ഈ വീഡിയോയുടെ കണ്ടൻറ്റ് വളരെ രസകരമായ കണ്ടൻറ്റാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടായി. അപ്പം അതിൻ്റെ യുക്രൈൻ റഷ്യ ഇഷ്യൂ, ഹമാസ്, ഈജിപ്റ്റ്, ജോർദാൻ, ആ രാജ്യങ്ങളുടെ ഇഷ്യൂ, ഇറാൻ്റെ ഇഷ്യൂ, ഓരോന്ന് എടുത്തു നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യക്ക് എന്ത് ത്രെട്ടാണ് ഉണ്ടായത്? ഇന്ത്യക്കും ത്രെട്ടുണ്ടായി. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നാണ് ബിരൺ സിംഗ് മണിപ്പൂർ അദ്ദേഹം രാജിവെക്കുന്നത്? അദ്ദേഹം രാജിവെക്കുന്നത് ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് രാജിവെക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയത്, അതായത് ഫ്രാൻസ് വഴിയാണ് പോയത് 12-ാം തീയതി. 12-ാം തീയതിയാണ് അദ്ദേഹം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കണ്ടത്. അപ്പം അതിനു മുമ്പായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പും, അതായത് അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷൻ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇന്ത്യൻ എൻവോയി ആയിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പങ്കെടുത്തു. അത് നിങ്ങൾക്കറിയാം. അപ്പം അതിനകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വരാനുള്ള ആളുകളും ട്രംപും നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു. മണിപ്പൂരിൽ നിങ്ങൾ സമാധാനം കൊണ്ടുവന്നേ മതിയാകൂ. ആരാണതിൻ്റെ ഉത്തരവാദി? അയാളെ ശിക്ഷിക്കുക തന്നെ വേണം. അയാൾ പവറിലിരിക്കാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിലോട്ട് പോയ സമയത്ത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ബിരൺ സിംഗിനെ വിളിച്ചു വരുത്തുന്നു, രാജി കൈയോടെ വാങ്ങുന്നു. നിങ്ങൾ ബേസിക്കലി ഷോക്കിങ്. ഇപ്പം എന്താ ഉണ്ടായത്? അപ്പം അതിനെപ്പറ്റിയൊന്നും ആരും പറയുന്നില്ല. പിന്നീട് ഞാൻ ഈ പല ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ, അതായത് ട്രംപിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സ്, അതിൽ 1-2 മലയാളികളുണ്ട്. ഈ കുമ്പനാട്ടുകാരനെ 1-2 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വളരെ ടോപ്പ് ലെവലിലുള്ള ലീഡേഴ്സാണ്. ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പലരോടും ചോദിച്ചിട്ട് മനസ്സിലാക്കി പറഞ്ഞത്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത താക്കീതാണ് ഈ സംഭവം. അതായത് ബിരൺ സിംഗിനെ മാറ്റണം. അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്നും പറഞ്ഞുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കി. സ്റ്റേറ്റുകളാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ അല്ല. ഇതിൻ്റെ പേരിൽ 1400-ൽ പരം വിവിധ ക്രിസ്ത്യൻ മിഷണറിമാരെ പല ജയിലുകളിലാക്കിയിട്ടുണ്ട്. ജയിലുകളിൽ, ഇന്ത്യയിലെ പല ജയിലുകളിലും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ, UP-യിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും പല സ്റ്റേറ്റുകളിൽ. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇതിനകത്ത് 700-ഓളം പേരെ പോലീസ് തന്നെ അവരെ വിളിച്ചിട്ട് ജയിലിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. എന്നിട്ട് ഗവൺമെൻറ്, അവിടുത്തെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഈ കേസുകളൊന്നും ഫർദർ എടുക്കരുത്. പ്രശ്നം എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രംപിന് താല്പര്യമുള്ള വിഷയമാണ്. സംഭവം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയത്. അതേപോലെ തന്നെ ഹോം മിനിസ്ട്രി കൊടുത്തിരിക്കുന്ന താക്കീത്, അതായത് പല സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന താക്കീത്, ഇതേപോലെയുള്ള ഫോഴ്സ്ഫുൾ കൺവേർഷൻ, ഈ സംഭവം കേസെടുക്കരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിൽക്കുന്ന ആ രീതിയിൽ മാത്രം, അതായത് ആ നിയമങ്ങൾ മാത്രം പാലിച്ച് മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ. കള്ളക്കേസെടുക്കരുത്. പിന്നീടുണ്ടായ സംഭവം കേൾക്കുക. ഏകദേശം 700-ൽ പരം 720-ൽ പരം കേസുകളെടുത്തു ബജരാങ് ദൾ, അതേപോലെ സംഘപരിവാർ പല ഗ്രൂപ്പുകൾക്കെതിരെ. എന്താ കേസെടുക്കാൻ കാരണം? അതായത് ട്രംപ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇവരെ അറ്റാക്ക് ചെയ്തേക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ത്യൻ നിയമം അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇവരുടെ പള്ളികൾ ആക്രമിച്ചിട്ടുണ്ട്, ഇവർ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട്, റോഡുകളിൽ വെച്ചും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ വരെ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കണം. 700-ൽ പരം കേസുകളാണ് വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്, അതായത് പല ബജരാങ് ദൾ, സംഘപരിവാറിൻ്റെ പല ആൾക്കാരുണ്ട്, ആൻറ്റി ക്രിസ്ത്യൻ മൂവ്മെൻറ്റുകളൊക്കെയുണ്ട്, അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് ശരിക്കും മോദി ഗവൺമെൻറ് പെട്ടുപോയി. എന്നിട്ട് കൊടുത്തിരിക്കുന്നൊരു നിർദ്ദേശമുണ്ട്, അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിൽക്കുന്ന ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ച് ഇവിടെ എല്ലാ രീതിയിലുള്ള
നിങ്ങൾക്ക് ആർക്കും മതപരിവർത്തനവും സംഭവം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തും പറയാം. അതിൻ്റെ പേരിൽ പോലീസ് കള്ളക്കേസ് എടുക്കരുത്. ഇതിൻ്റെ പേരിലുണ്ടായ സംഭവം എന്താ, കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് ഈ കേസെടുത്തതിൻ്റെ ഫലമായിട്ട് ഈ സ്ഥിരമായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ചുകൊണ്ടിരുന്നവന്മാർ മുങ്ങി, പേടിച്ച്, ശരിക്കും പേടിച്ച്. ഇത് ഞാൻ അറിഞ്ഞ റിപ്പോർട്ടായി. കാരണം ഞാൻ UP-യിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനുടെ, ഹോം മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സീനിയർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഹോം മിനിസ്ട്രിയിൽ നിന്ന് സ്ട്രിക്റ്റായിട്ടുള്ള ഉത്തരവോട്ട്, ഒരു കാരണവശാലും ഇതേപോലുള്ള കള്ളക്കേസുകൾ എടുക്കരുത്, ഇതേപോലുള്ള പള്ളികളോ വർഷിപ്പ് സെൻറ്ററുകളോ ആക്രമിക്കരുത്. കാരണം അത് ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് ഗ്ലോബലായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഇമേജിനെയും പ്രധാനമന്ത്രിയുടെ ഇമേജിനെയും ബാധിക്കും. അതുപോലെ ട്രംപാണ് അധികാരത്തിലിരിക്കുന്നത്. നാളെ എന്തെങ്കിലും പറയുകയും പ്രശ്നമായി കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്ന ഇഷ്യൂ അല്ല ഇത്. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ട്രംപിൻ്റെ ഒരു സംഭവമുണ്ട്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യനാണ്. അയാൾ വന്ന ശേഷം അമേരിക്കയിൽ പാസ്സാക്കിയൊരു ബില്ല് നിങ്ങൾക്കറിയാം. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ, ഫെയ്ത്തിനെതിരെ പല നിയമങ്ങൾ കൊണ്ടുവന്നു, പല ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ലാതാക്കി. അതിനെതിരെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അത് മാറ്റി ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അറ്റാക്ക് ചെയ്യുന്നവർ ക്രൈമായിട്ട് മാറ്റി. ചിലപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനൊരു മാറ്റം ചെയ്തയാൾ അത് ഒരു കാര്യം, ഇത് ട്രംപ് അത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് ഗ്ലോബലായിട്ട് ശ്രദ്ധിക്കുന്ന ഇഷ്യൂ ആണ്. അതങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി അത് ഇന്ത്യക്കും ബാധകമാണ്. കാരണം അവർ പറയുന്നൊരു സംഭവമുണ്ട്, ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ചില സീനിയർ ആൾക്കാർ പറയുന്ന സംഭവമുണ്ട്. ഇപ്പം അമേരിക്കയിൽ ശ്രീരാമകൃഷ്ണ മിഷനും ഹിന്ദു മൂവ്മെൻറ്റുകൾ പലതുമുണ്ട്. ഇപ്പോൾ RSSന് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അമേരിക്കയിലുള്ള ഷിക്കാഗോയിലുള്ള ഈ RSS മൂവ്മെൻറ്റുകൾ തന്നെയാണ്, സംഘ് പരിവാർ മൂവ്മെൻറ്റാണ്. അതൊക്കെ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അത് റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരോടും ആവശ്യപ്പെട്ടു ട്രംപ്, അതായത് ഇന്ത്യയിലുള്ള നിങ്ങളുടെ സംഘപരിവാറിനോടും RSSനോടും ഈ കാര്യങ്ങൾ പറയുക. നിങ്ങൾക്കിവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, മറ്റെല്ലാം ഉണ്ട്. നിങ്ങളുടെ ഫെയ്ത്ത് ഉണ്ട്, നിങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. അതിനെയൊക്കെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ല? അപ്പോൾ ഇത് ചോദ്യങ്ങൾ മുട്ടിപ്പോയി. ഇത് അവിടെയുള്ള ഈ ഷിക്കാഗോയിലുള്ള ഈ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകൾ തന്നെ ഇന്ത്യയിലുള്ള അവരുടെ പല സെഗ്മെൻറ്റിലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വിവരം അറിയിച്ചു. കാരണം വളരെ സീരിയസ് ആണ് ഈ സംഭവം. ട്രംപ് പേഴ്സണലായിട്ടാണ് ഇത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിലാണ് ബിരൺ സിംഗിനെ മാറ്റിയത്. ഇതിൻ്റെ പേരിലാണ് ഏകദേശം 800ഓളം ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ട്, കേസില്ല എന്ന് പറഞ്ഞു. അതായത് പോലീസ് റിമാൻഡിലായിരുന്നു. അവരോട് പോലീസ് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്കെതിരെ കേസില്ല, നിങ്ങൾക്ക് പോകാം. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നൊരു ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്ത് അവർക്കെതിരെ കേസെടുത്തു. ഇത് ഛത്തീസ്ഗഡിലുണ്ടായി, മധ്യപ്രദേശിലുണ്ടായി, UP-യിലുണ്ടായി, ഹരിയാനയിലുണ്ടായി, ഈ പല ഹിമാചലിലുണ്ടായി, ഉത്തരാഖണ്ഡിലുണ്ടായി. നേരെ റിവേഴ്സായി. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ മിഷണറീസിനും പാസ്റ്റേഴ്സിനും പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു ശല്യവും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ എമർജൻസി നമ്പർ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ UP സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഷാഡോ പോലീസിനെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അറിയണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം അവർ തെറ്റൊന്നും കാണിക്കുന്നില്ല. കാരണം ഭയങ്കരമായ രീതിയിലാണ് ഇത് എസ്കലേറ്റ് ചെയ്ത് പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും. നിങ്ങൾക്കറിയാം എന്താണ് മണിപ്പൂരിലുണ്ടായത്. അവിടെയും കൃത്യമായ വാണിംഗ് ആണ് ഗവർണർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കേട്ട് വേണം ആ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കാരണവശാലും അവിടെ അക്രമം ഉണ്ടാകാൻ പറ്റില്ല, അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉപദ്രവിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ദേവാലയങ്ങളോ വർഷിപ്പ് സെൻ്ററുകളോ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പണിത് കൊടുക്കും. കൃത്യമായ വാണിംഗാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായത് ട്രംപിനെ ഭയം തന്നെയാണ്. കാരണം അമേരിക്കയിലുള്ള ഇഷ്ടംപോലെ ഹിന്ദുക്കൾ, ഇന്ത്യക്കാരായിട്ടുള്ളവർ, ഈ പറയുന്ന ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് എതിരെ ആക്രമണം ഉണ്ടായ സമയത്ത് ട്രംപാണ് ഏറ്റവും മുമ്പിൽ നിന്നത്. ട്രംപ് വന്നിട്ട് ആദ്യം ആലോചിച്ച് നോക്കുക, ആദ്യം എയ്ഡ് മുഴുവനും കട്ട് ചെയ്ത ബംഗ്ലാദേശിൻ്റെ എന്തിനാ എടുത്ത് അവിടുത്തെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ട്രംപ് ചോദ്യമുണ്ട്, അവിടെ ഹിന്ദുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ അമേരിക്കൻസ് മുമ്പിലുണ്ട്,
പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കളും പ്രധാനമന്ത്രിയും BJPയും ഈ RSS മുന്നിൽ വരുന്നില്ല? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് ബിരൻ സിംഗിനെ മാറ്റുന്നത്. പിന്നെ ഇന്ത്യ മുഴുവൻ ഇത് ക്രാക്ക് ഡൗൺ ചെയ്തു. ആൻറ്റി ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, സംഘപരിവാറിൽ ബജനാഗ്നികളും അങ്ങനെ പല പല സംഭവങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ പശുവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സംഭവം. ആദ്യം ഇത് ഒരു സോഫ്റ്റായിട്ട് പോയി, പിന്നീടാണ് മോദി ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്ത് സ്റ്റേറ്റ് ഹോം മിനിസ്റ്ററുകളെ കൊണ്ട് ശക്തമായ നടപടിയെടുത്ത് നിങ്ങൾ ഒരു പശുവിൻ്റെ പോലും ഇഷ്യൂ കേൾക്കാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ഇത് ക്രാക്ക് ഡൗൺ ചെയ്തു. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ 10-20 ദിവസം കൊണ്ട് ഈ സംഘ് പരിവാറിൻ്റെ പല ആൾക്കാരുണ്ട്. ഇതിനകത്ത് പലരും ഈ വില്ലന്മാരും ഗുണ്ടകളും ഒക്കെയാണ് ഈ സംഭവം. അവരെ മുഴുവനും 700-800 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല 2 ആഴ്ച കൊണ്ട്. അതേപോലെ ഇത്രയോളം ഈ കള്ള കേസുകൾ പലതും പോലീസ് എടുത്തിരുന്നു. കാരണം ഇവരുടെ നിർബന്ധം പ്രകാരം BJP ആണ് പലയിടത്തും ഭരിക്കുന്നത്. ആ കേസുകൾ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഇപ്പം ജയിലിൽ കിടക്കുന്ന അവരുടെ റിലേറ്റീവ്സിനോട് പോലീസ് പറഞ്ഞ് എത്രയും വേഗം അവരെ ഇറക്കാം, ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. കാരണം ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ നില ഇൻ്റർനാഷണൽ രീതിയിൽ പരുങ്ങലിലാവും. കാര്യം മനസ്സിലാവുക, ട്രംപ് ആക്റ്റീവായി. അതായത് ട്രംപ് പറയുന്നൊരു സംഭവമുണ്ട്, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ്. ഓരോ ഇന്ത്യക്കാരനെയും ഹിന്ദുക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രവും റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപ് പറയും ഞാനും തയ്യാറാണ്. ഇത് ഇവിടുന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരാൾ പറഞ്ഞ സംഭവമാണ്. കാരണം ഇവിടെയുള്ള ഹിന്ദു സംഘടനകളോട് വിളിച്ച് പറഞ്ഞ സംഭവം. കാരണം അവരെല്ലാം ട്രംപിനെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവർ അസറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു, അവരെ പബ്ലിക്കിൽ നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല, അവരുടെ വർഷിപ്പ് സ്ഥലം നിങ്ങൾ ആക്രമിക്കുന്നു? അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് മോദി ഗവൺമെൻറ് വളരെ പ്രൊആക്റ്റീവായിട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയത്. നിങ്ങൾ കണ്ടു കാണും, കുറേ ദിവസങ്ങളായിട്ട് ഈ ക്രിസ്ത്യൻസിനുള്ള അറ്റാക്ക് വളരെ കുറഞ്ഞു. ഈ ഛത്തീസ്ഗഡിലൊക്കെ ശരിക്കും പോലീസ് കയറിയൊക്കെ മേഞ്ഞു. പാരാമിലിറ്ററി ഫോഴ്സ് ഉൾപ്പെടെയാണ് ബെറാനിൽ ഓടിച്ചത്. പലരെണ്ണം പിടിച്ച് അകത്തം കിട്ടു. അതായത് ഒരു കാര്യം പറയാം, ട്രംപിനെ എല്ലാവർക്കും പേടിയാണ്. കാരണം ട്രംപ് അങ്ങനൊരു മനുഷ്യനാണ്. പിന്നെ ട്രംപിൻ്റെ ക്രിസ്ത്യാനിറ്റി ഒരു അഫെക്ഷനാണ് അയാൾക്ക്. അപ്പോൾ അയാൾ തന്നെ പറയുന്നത് ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട്. അപ്പോൾ അത് എനിക്ക് പല കാര്യങ്ങളും നിറവേറ്റാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വൈറ്റ് ഹൗസിൽ ഒരു സ്പിരിച്വൽ അഡ്വൈസർ, ഒരു സ്ത്രീയാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇതിനൊരു അറുതി ഉണ്ടാവുകയാണ്. കാരണം ട്രംപ് അവിടെ ഇരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ രീതിയിലുള്ള പോക്ക് ട്രംപ് അംഗീകരിച്ച് കൊടുക്കില്ല. കാരണം ബൈഡനെ പോലല്ല ട്രംപ് ഈ കാര്യത്തിൽ വളരെ ശക്തനാണ്. കാരണം ഒരു കാരണവശാലും അക്രമം പരിപാടികളിലൊന്നും ട്രംപ് വീഴില്ല. ആ കാര്യം വളരെ ഉറപ്പിച്ച് തന്നെ പറയാം. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഡെവലപ്മെൻറ്റും, മണിപ്പൂർ മുഖ്യമന്ത്രിയെ മാറ്റിയതും, ഓരോ സ്റ്റേറ്റുകളിലെ BJPയുടെ ഹോം മിനിസ്ട്രി, അവിടുത്തെ പോലീസുകാർ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ പെരുമാറുന്നത് കാണുമ്പോൾ ട്രംപ് എഫക്റ്റ് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്.